കേരളം മാത്രമാണ് കടമെടുക്കാൻ അനുമതി തേടുന്നതെന്ന കേന്ദ്രവാദം പൊളിയുന്നു. 17 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കടപ്പത്ര ലേലത്തിലൂടെ ഇന്ന് 50,206 കോടി രൂപ കടമെടുക്കും. കടമെടുപ്പിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിക്കുക ഉത്തർപ്രദേശാണ്. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, വളരെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അടക്കം കേരളത്തിനെതിരെ വല്ലാത്ത പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത്. കേരളം കടമെടുക്കുന്നു, കടമെടുപ്പ് കൂടുന്നു, ഇങ്ങനെ കടമെടുക്കുന്നത് രാജ്യത്തിൻ്റെ ആകെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ആരോപണങ്ങൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിന് അർഹതപ്പെട്ട വായ്പാ വിഹിതം കൂടി നിഷേധിക്കുകയും ചെയ്തത്. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇന്ന് മാത്രം 17 സംസ്ഥാനങ്ങൾ 50,206 കോടിയാണ്. അതിൽ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് 8,000-ലധികം കോടി കടമെടുക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു, തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം നേരത്തേക്ക് തന്നെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം നേടിയെടുക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയിൽ വലിയ നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം സംസ്ഥാനത്തിൻ്റെ ഒരു ധന മാനേജ്മെൻറ്റ് വലിയ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സംസ്ഥാനം കടമെടുക്കുന്നത് രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന കണക്കുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് RBI കഴിഞ്ഞ 15-ാം തീയതി സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകിയത് ഇന്ന് 1/2 കോടിയിലധികം രൂപയുടെ വായ്പ എടുക്കാം, അതായത് കടപ്പത്രത്തിലൂടെ പണം സമാഹരിക്കാമെന്നതാണ് RBI ഒരു നിർദ്ദേശം നൽകിയത്. അതായത് 50,206 കോടി കടപ്പത്രത്തിലൂടെ 17 സംസ്ഥാനങ്ങൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സമാഹരിക്കാമെന്നതാണ് RBI അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സംസ്ഥാനങ്ങൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും, പണം സമാഹരിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ തുക അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് BJP ഭരിക്കുന്ന ഉത്തർപ്രദേശാണ്. ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ വിഹിതം നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ആ ഉത്തർപ്രദേശാണ് ഇത്തരത്തിൽ കടപ്പത്രത്തിലൂടെ പണം സമാഹരിക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. 8,000 കോടി രൂപയാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് സമാഹരിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത്. ഈ 3 സംസ്ഥാനങ്ങളും കടപ്പത്രത്തിലൂടെ സമാഹരിക്കുക 6,000 കോടി രൂപ വീതമാണ്. കേരളത്തിനും ഇത്തരത്തിൽ കടപ്പത്രത്തിലൂടെ പണം സമാഹരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. 3,700 കോടിയാണ് സംസ്ഥാനത്തിന് ഇത്തരത്തിൽ കടപ്പത്രത്തിലൂടെ പണം സമാഹരിക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന കണക്കിൽ ഏറ്റവും കുറവ് പണം സമാഹരിക്കുക ഗോവയാണ്. 100 കോടി രൂപയാണ് ഗോവയ്ക്ക് അനുമതി ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊക്കെ തന്നെ അത് പൊളിയുന്ന സാഹചര്യമാണ് ഇത്തരം കണക്ക് പുറത്തു വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അതായത് 1/2 കോടി രൂപ കടപ്പത്രത്തിലൂടെ സംസ്ഥാനങ്ങൾ സമാഹരിക്കുമ്പോൾ അത് ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയ ഒരു തുക കടപ്പത്രത്തിലൂടെ സമാഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിനു മുന്നേ ഏറ്റവും കൂടുതൽ രൂപ സമാഹരിച്ചത് കേന്ദ്ര സർക്കാരായിരുന്നു. അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കടപ്പത്രത്തിലൂടെ കേന്ദ്ര സർക്കാർ സമാഹരിച്ചത് 39,000 കോടി രൂപയാണ്. ഈ വസ്തുതകളൊക്കെ തന്നെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞുവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. സിജു.